ജയ്സലിന് ഏകദേശം കല്യാണം ശരിയായി എന്നൊരു തീരുമാനം എത്തുമല്ലോ, അന്ന് മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അവൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടേലും ട്രിപ്പ് പോകണം എന്നുള്ളത്. ആദ്യമൊക്കെ നമ്മൾ ഇടക്കിടക്ക് എങ്ങോട്ടേലൊക്കെ പോവുമായിരുന്നു. ഇപ്പോൾ ഓരോരുത്തർ ഓരോ തിരക്കിൽ പോയിട്ട് ട്രിപ്പൊക്കെ വളരെ കുറവാണ്. നമ്മളിങ്ങനെ ഇൻഡിവിജ്വലി പേഴ്സണലി ഓരോ കപ്പിൾസ് ഇങ്ങനെ പോകുന്നല്ലാണ്ട് ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് കുറേ കാലമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ആലപ്പുഴ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. 1 ഡേ ട്രിപ്പാണ്. ഒരു ദിവസം രാത്രി പോയി പിറ്റേന്ന് തിരിക്കണ പോലെ. നമ്മൾ രാത്രി ഒരു 10:30 ഇവിടുന്ന് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നത് കൊച്ചിയോട്ടിൽ നിന്ന്. പിന്നെ അവിടുന്ന് പോണ വഴിക്ക് താത്താനെയും അളിയക്കാനെയും കുട്ടികളെയും ജയ്സലിനെയും ഒക്കെ എടുത്തിട്ട് കല്ലടിക്കോട് നിന്ന് എടുത്തിട്ട് അങ്ങനെ പോകലാണ്. പോകുമ്പോൾ പാട്ടും ഡാൻസും കളിയും അന്താക്ഷരിയൊക്കെ ആയിട്ട് നല്ല ഉറങ്ങിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു കോട്ടേജ് എടുത്ത് ഫ്രഷപ്പിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങി ഒരു 8:30 തൊട്ടാണ് ഞങ്ങൾ നീക്കുന്നത്. ഹൗസ് ബോട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ നീറ്റ് സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നല്ല സമാധാനത്തിൽ ഒരു ഹറിബറി ഇല്ലാത്തൊരു ട്രിപ്പായിരുന്നു. നമ്മൾ നീറ്റ് ഫ്രഷായി കുട്ടികളൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴത്തേന് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ട് ഞങ്ങൾക്കൊക്കെ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് നമ്മൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മൾ അപ്പവും പൊറോട്ടയും ഇടിയപ്പവും പത്തിരിയും മുട്ടക്കറിയൊക്കെ കൂടി മിക്സ് ചെയ്ത് ഓരോരുത്തരും അങ്ങനെ അവർക്ക് വേണ്ടത് വാങ്ങിച്ച് കഴിച്ച് നമ്മൾ നേരെ ഇനി ബോട്ടിങ്ങിന് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഷെയറാക്കു ഒക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് വലിയ പണിയൊന്നുമില്ല. ബോട്ട് കണ്ടെത്തുക, അവിടെ കയറി ഇരിക്കുക, അതാണ് കേട്ടോ. ഹൗസ് ബോട്ട് ആകുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാവുമല്ലോ. ഈ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അതാണൊരു കംഫർട്ടായിട്ട് തോന്നിയത്. പക്ഷേ കുട്ടികൾക്ക് തിരിച്ച് വന്നപ്പോൾ ഒരു ബോട്ടിൽ കയറിയതിനെ പറ്റി അവർക്ക് വലിയൊരു ധാരണ, ഒരു വീട് പോലെ തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെപ്പോഴാണ് ബോട്ടിൽ കയറണമെന്നൊക്കെ. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ട് എവിടെയെന്ന് കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ നല്ല കുഴപ്പമില്ലാത്തൊരു ബോട്ടായിരുന്നു. 3 ബെഡ്റൂമും പിന്നെ മുകളിൽ ഇങ്ങനെ ഒരു ഡൈനിങ് ഏരിയയും താഴെയും കുറച്ച് സെറ്റിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കാമായിട്ട് ഇരിക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ചെന്ന ഉടനെ അവർ വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരവരുടെ സർവീസസൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് പുലി പഠിച്ചിട്ടോ. എനിക്ക് ഈ ഒരു നവംബർ എന്ന് പറഞ്ഞ മാസമേ ഭയങ്കര ഒരു തിരക്കായിരുന്നു കേട്ടോ. സ്കൂൾ തുടങ്ങിയത് മുതൽ ഇവൻ നിക്കാഹിൻ്റെ പർച്ചേസും ആ തിരക്ക്, അത് കഴിയുമ്പോഴത്തേന് കലോത്സവത്തിൻ്റെ തിരക്ക്, അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് നമ്മുടെ ടൂറിൻ്റെ തിരക്ക്. അപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴയിൽ തിരിച്ചു വന്ന് പിറ്റേ ദിവസം ഞാൻ സ്കൂളിലെ ടൂറിന് പോയിട്ടുണ്ട് കേട്ടോ. അത് ആലോചിച്ചിട്ട് എനിക്ക് ആകെ അങ്ങോട്ട് ക്ഷീണം വന്ന്, ആലോചിക്കുമ്പോൾ തന്നെ ക്ഷീണം വരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഹൗസ് ബോട്ട് ആയത് ഭയങ്കരമായിട്ടൊരു റിലാക്സ് ആയ പോലെ ആയി. ഞാൻ കുറച്ച് നേരം അവിടെ കിടക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ എനിക്കങ്ങനെ കുറേ കാഴ്ചകൾ കാണുക, അതിനൊക്കെ അപ്പുറം സമാധാനത്തിലിരിക്കുക, അങ്ങനെയാണ് എനിക്കിഷ്ടം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ശരി തിരക്കൊന്നും ഇല്ലാണ്ട് ഇരുന്ന ഹാപ്പി, എങ്ങോട്ടും പോകണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ കിടക്കും ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ. മക്കൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഡാൻസും പാട്ടും കളിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ജെസ്സിയുടെ ഹസ്ബൻഡ് നിക്കാഹിന് കൂടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവർക്കും തീരെ ലീവില്ല. ജെയ്സലിനും തന്നെ ഇപ്പോൾ പെട്ടെന്ന് പോയാൽ കുറച്ച് നേരത്തെ വന്ന് കല്യാണം കുറച്ച് നേരത്തെ ആക്കാമല്ലോ. അപ്പോൾ രണ്ടുപേരും തിരിച്ചു പോകാനുള്ള പ്ലാനിങ് ഉണ്ട് കേട്ടോ പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തി 2ാമത്തെ ദിവസം
ഹുസൈന് പോകും കേട്ടോ, ജെസ്സിയുടെ ഹസ്ബൻഡ്. പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ ജെയ്സലും തിരിച്ചു പോകും. എനിക്കില്ലേ ഇപ്പോൾ എന്തോ ഒരു ചുമ, ഒരു അലർജിക്ക് പോലെ ഒരു ചുമ വന്നിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പല തവണ ചുമച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. വോയിസ് കൊടുത്തതിന് ശേഷം എൻ്റെ ഇടയ്ക്ക് ചുമ വന്നത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബാക്കിയൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ വോയിസ് ഓവറിന് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നല്ലേ നമ്മുടെ കുട്ടികൾക്ക് എങ്ങോട്ടും പോകണമെന്നൊന്നുമില്ല കേട്ടോ. ഓര് തമ്മിൽ കൂടുന്നത് എവിടെയാണെങ്കിലും ഓർക്കത് സ്വർഗ്ഗമാണ്. ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഭയങ്കര ഒരു കൂട്ടാണ്. അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അവരുടെ ഒരു ചെറുപ്പത്തിലേ ഉള്ളൂ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോവും. അപ്പോൾ ഇപ്പോൾ ഞാൻ അവരുടെ മാക്സിമം മൊമെൻറ്റ്സൊക്കെ ഫോണിലേക്ക് ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. കുട്ടികൾ തമ്മിൽ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കണം. കാരണം അധികം എന്നെ എവിടെയും കാണൂല കേട്ടോ. ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ എനിക്കതിന് സങ്കടം വരിക. ഇത് ഞാൻ കൽപ്പിച്ചൂട്ടി എടുത്ത ക്ലിപ്പാണ് കേട്ടോ, എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. പിന്നല്ലേ അവിടെ സ്പീഡ് ബോട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഇത് സെപ്പറേറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ബോട്ടിങ് എക്സ്പീരിയൻസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ബോട്ടിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ കയറി ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു. കുറേ ക്ലിപ്പ് എൻ്റെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ ട്രിപ്പ്. കാക്കു, അളിയക്കും, സനയും കുഞ്ഞാവയ്ക്കായിട്ട് ആരൊക്കെയോ 2ാമത് പോണ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങളൊക്കെ ആദ്യമേ പോയി വന്നിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കയറിയത് കൊണ്ടാണ് നമുക്ക് ടൂർ പോയപ്പോൾ എന്തോ ഒരു സംഭവം കിട്ടി എന്നുള്ളൊരു ഫീൽ ഇതെന്ന് മാത്രമേ കിട്ടിയുള്ളൂ. മറ്റേ ഒരു സാധാ ഒന്ന് കാമായിട്ട് ഇരുന്നതിനപ്പുറം ഒരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറയാൻ ഈ ഒരു ബോട്ടിങ് മാത്രമായിരുന്നു കേട്ടോ. ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ടിട്ട് കറക്കി നമ്മളെ നനച്ച് ഒരു ഭാഗത്തൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ബാക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ബാക്കിലുള്ളവർ നല്ല നനയും കേട്ടോ, ഉറപ്പായിട്ടും. ഞാനൊക്കെ പറ്റേ നനഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് അടിപൊളിയായി. പിന്നെ ഒരു 1:15-1:30 ആയപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നതാണ്. ചോറ്, മീൻ പൊരിച്ചത്, സാമ്പാർ, മോരുകറി, 2 തരം ഉപ്പേരി, സാലഡ്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ് ഉറക്കം ഉറങ്ങിയത്. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഉറക്കം ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ടൂറിൽ ഫുൾ ആലോചിച്ചതിന് തിരിച്ചു പോയി പിറ്റേ ദിവസം തിരുവനന്തപുരത്തേക്ക് പോകണ്ടേ, അത്രയും ദൂരം ബസ്സിൽ ഇരിക്കണ്ടേ, ഞാൻ ടയേർഡ് ആവോ, എനിക്ക് ബോഡിയും കൊണ്ട് പറ്റൂലേ എന്നൊക്കെ ആ ഒരു ടെൻഷൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ തടിനെ വല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ക്ഷീണം വരാണ്ട് നല്ല കെയർ ചെയ്തിട്ട് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു 5 മണിക്കൊക്കെ ബോട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ എല്ലാവരുടെയും ഒരു വോൾട്ടേജ് കുറഞ്ഞ പോലെ ആയിട്ട് പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് എവിടെയോ കയറി ചായ കുടിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു രാത്രി പാലക്കാട് വെച്ചിട്ട് തന്നെ. പാലക്കാടിന് കുറച്ച് മുമ്പ് വെച്ചിട്ട് എന്തൊക്കെയാണ് അപ്പം, പൊറോട്ട, ന്യൂഡിൽസ്, അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങി കഴിച്ച്. പിന്നെ ഇതെല്ലാവരും ഉറങ്ങിട്ടോ വണ്ടി കടന്നിട്ട്. ബസ്സിലെയും ബോട്ടിലെയും ആട്ടവും ചാട്ടവും പിന്നെ തലേ ദിവസം ഉറങ്ങാത്തതിൻ്റെ ഒക്കെ ക്ഷീണം തിരിച്ചു വരുമ്പോൾ നല്ലോണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു നല്ല ഓർമ്മ കൂടി.